ഹായ് ഫ്രണ്ട്സ്, മാമ്പഴക്കാലമല്ലേ, അപ്പം നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഒരു ചട്ടിയിലേക്ക് 3 മാമ്പഴം ഇട്ട് കൊടുക്കാം. ഈ മാമ്പഴത്തെ നാട്ടുമാങ്ങ എന്നും ഉറിഞ്ചു മാങ്ങ എന്നൊക്കെ പറയും. ഇതൊരു മീഡിയം സൈസ് മാങ്ങയാട്ടോ എടുത്തേക്കുന്നത്. ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് കീറിയതാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. മാങ്ങ അത്യാവശ്യം മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിനെ ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. പക്ഷേ ഞാനത് മറന്നുപോയി. ഞാൻ കറിയിലാണ് അവസാനം ചേർത്തത്. ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. തിളച്ച് വന്ന മാമ്പഴത്തിലേക്ക് ഈ അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് മിക്സിയിലൊന്ന് അടിച്ചൊഴിച്ചു കൊടുക്കാം, കട്ടയില്ലാതെ. തൈര് ഒഴിച്ചാൽ പിന്നെ ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ, തിളപ്പിക്കരുത്. ഗ്യാസ് ഓഫ് ചെയ്യണം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. ഇനി ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നാൽ ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്വാദിഷ്ടമായ മാങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.